തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായ റിട്ടയർഡ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ സർക്കാർ നിയമിച്ചതിനെതിരെ ഗവർണറെ സമീപിച്ച് ബിജെപി. നിയമനം നിയമവിരുദ്ധമെന്നാണ് ബിജെപിയുടെ നിലപാട്. ലോകായുക്ത, ഉപലോകായുക്ത പദവിയിൽ ഇരുന്നവർക്ക് പുനർനിയമനം നൽകരുതെന്ന് നിയമമുണ്ടെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഗവർണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. റഹീസ് റഷീദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. റഹീസ്, ഇതിലിപ്പോൾ ഈ നിയമനത്തിൽ ഇവർ ഉന്നയിക്കുന്ന എതിർപ്പ് എന്ന് പറയുന്നത് ലോകായുക്ത, ഉപലോകായുക്ത പദവിയിൽ ഇരുന്നവർക്ക് ഒരു പുനർനിയമനം നൽകാൻ പാടില്ല, അങ്ങനെ ഒരു നിയമമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണോ അത്? ശ്രുതി, ഇന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും ജനറൽ സെക്രട്ടറി എസ് സുരേഷും ലോക്ഭവനിലെത്തിയാണ് ഗവർണർക്ക് ഇത് സംബന്ധിച്ച ഒരു പരാതി നൽകിയത്. ആ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഉപലോകായുക്ത ആയിരുന്ന ജസ്റ്റിസ് ബാബു പി മാത്യുവിനെ തദ്ദേശ വകുപ്പിന്റെ ഓംബഡ്സ്മാനായി കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ലോകായുക്തയിൽ ഉപലോകായുക്ത ആയിട്ടിരിക്കുന്ന ആളുകളും ലോകായുക്ത ആയിട്ടിരിക്കുന്ന ആളുകൾക്കും വീണ്ടും സർക്കാർ ശമ്പളം നൽകുന്ന ഒരു പദവിയിൽ എത്തിക്കരുത് എന്നതാണ് നിയമം. ആ നിയമം മറികടന്നാണ് സർക്കാർ ഇങ്ങനെ ഒരു നിയമനം നടത്തിയതെന്നാണ് ആക്ഷേപം. അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസ് ലോകായുക്ത പരിഗണിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയ വിധി പറയുന്നതിൽ ഉപലോകായുക്തയായ ജസ്റ്റിസ് ബാബു പി മാത്യുവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ആ നിയമനം റദ്ദ് ചെയ്യാനുള്ള ഇടപെടൽ നടത്തണം എന്നാണ് ബി.ജെ.പിയുടെ ആവശ്യം. ഗവർണർ അതിന്മേൽ തുടർ നടപടികൾ എടുക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്. ഓക്കെ, വ്യക്തമാണ്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.